സുവിശേഷത്തിൻ അഗ്നിനാളവുമായി ആയിരങ്ങൾ ഇറങ്ങിയും കഴിവും താളന്തും ഉള്ളവരെ നൽകുക ആയുസ്സന്നേശുവിനായി. സുവിശേഷത്തിൻ അഗ്നിനാളവുമായി ആയിരങ്ങൾ ഇറങ്ങിയും. ആരാധന, മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്നുകൊണ്ട്, പരിശുദ്ധ മാതാവിനോട് ചേർന്നുകൊണ്ട്, സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തേക്ക്, ഈ കോളനി നിവാസികളെ നിങ്ങളുടെ അടുത്തേക്ക് കർത്താവിന്റെ വചനം പറയുവാൻ, കർത്താവായ യേശുവിന്റെ സ്നേഹവും കരുണയും സകല മനുഷ്യരും അറിയുവാൻ, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുമുള്ള കർത്താവായ യേശുവിന്റെ ആഗ്രഹത്തെ പ്രതി ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചതിന് ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ സകല മക്കളെയും കർത്താവായ യേശുവിന്റെ അനുഗ്രഹത്താല് അവിടുത്തെ കൃപയാലും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പരിസരത്തുള്ള ഈ കോളനിയിലുള്ള ഓരോ കുടുംബങ്ങളും കർത്താവായ യേശുവിന്റെ കരുണയും കൃപയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നിന്ന് പരിശുദ്ധ അമ്മ മാതാവേ, ഈ കോളനിയിലെ ഓരോ കുടുംബങ്ങളെയും ഓരോ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും വ്യവസ്ഥയിൽ കഴിയുന്നവരായാലും ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതിയിലും അവിടുത്തെ പരിപാലനയിലും നിങ്ങൾ ആശ്രയിക്കുവാനും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും അവിടുത്തെ ആഗ്രഹം മൂലമാണ്. പുറപ്പാടിന്റെ പുസ്തകത്തെ 20-24 തിരുവചനത്തിലൂടെ വചനം എങ്ങനെ പറയുന്നു? എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം അവരുടെ മധ്യേ ഇറങ്ങി വന്ന് അവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ദൈവമായ കർത്താവ് പുറപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്. ദൈവമായ കർത്താവിന്റെ വചനം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ കർത്താവിന്റെ തിരുനാമം പറയപ്പെടുന്നുവോ, ആരൊക്കെ അത് സ്വീകരിക്കപ്പെടുന്നുവോ അവരെല്ലാവരും കർത്താവായ യേശുവിന്റെ കൃപയാലും കരുണയാലും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം വാഗ്ദാനം നൽകുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള യോഗ്യതകളൊന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ ഇന്ന് ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ദൈവമായ കർത്താവ് ഇന്ന് ഈ കോളനി നിവാസികളെ എല്ലാം അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ സായം സന്ധ്യാസമയത്ത് കർത്താവായ യേശുവിന്റെ ആ കരുണ നിങ്ങൾ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഞങ്ങളുടെ കുടുംബത്തിലെ രോഗങ്ങളുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ അസ്വസ്ഥതകളുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക കടബാധ്യതകളുണ്ട് എന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിലുള്ള നിസാര സുഖങ്ങള്, ഈ ലോകത്തിലുള്ള മോഹങ്ങള്, ഇതൊക്കെ കർത്താവ് തരുവാൻ സന്നദ്ധനാണ്. പക്ഷേ നമ്മൾ ആദ്യം, കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഞങ്ങളിപ്പോൾ ഈ നിമിഷം ഇവിടെ ആയിരിക്കുമ്പോൾ ആരൊക്കെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവോ, ആരൊക്കെ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നുവോ, അവരുടെ എല്ലാം കുടുംബത്തിലേക്ക്, അവരുടെ എല്ലാം ജോലി മേഖലകളിലേക്ക്, സാമ്പത്തിക മേഖലകളിലേക്ക് കർത്താവായ യേശുവിന്റെ കൃപയും സമാധാനവും ഈ നിമിഷം ഒഴുകി പറയും. കാരണം ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കുവാൻ തയ്യാറായിരിക്കുക. കാരണം ഉൽപ്പത്തി പുസ്തകത്തില് 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, സോദോം ഗോമോറ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അബ്രാഹാം ആ നാടിനെ ചൊല്ലി ദൈവത്തോട് പറയുന്നുണ്ട്, 50 നീതിമാന്മാര് ആ നാട്ടിലുണ്ടെങ്കിൽ കർത്താവ് അങ്ങ് അവരെ നശിപ്പിക്കുമോ എന്ന്. കർത്താവ് അവിടെ പറയുന്നുണ്ട്, 50 നീതിമാന്മാർ ആ നാട്ടിലുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുകയില്ല എന്ന്.
വീണ്ടും അബ്രാഹാം പറയുന്നുണ്ട്, 5 പേരെ കുറവുള്ളൂവെങ്കിൽ കർത്താവെ അവിടുന്ന് ഈ നഗരത്തെ നശിപ്പിക്കുമോ, ഈ നഗരത്തെ അങ്ങ് ശിക്ഷിക്കുമോ എന്ന്. അപ്പോഴും ദൈവം പറയുന്നു, 5 പേര് കുറവുണ്ടെങ്കിലും 45 പേരെ ഉള്ളൂവെങ്കിലും ഈ അബ്രാഹത്തെ പ്രതി, ആ നീതിമാന്മാരെ പ്രതി ആ നഗരം നശിപ്പിക്കുകയില്ല എന്ന്. വീണ്ടും അബ്രാഹാം ചോദിക്കുന്നുണ്ട്, 40 പേരെ ഉള്ളുവെങ്കിലോ, 30 പേരെ ഉള്ളുവെങ്കിലോ, 20 പേരെ ഉള്ളുവെങ്കിലോ, വീണ്ടും 10 പേരെ ഉള്ളുവെങ്കിലും കർത്താവ് ആ നഗരത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തന്റെ രക്ഷയുടെയും കരുണയുടെയും തന്റെ സ്നേഹത്തിലേക്കും ചേർത്ത് നിർത്തുമെന്ന് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും വാഗ്ദാനങ്ങൾ മാറാത്തവൻ വാഗ്ദാനം നമുക്ക് നൽകിയിട്ട് ആ വാഗ്ദാനങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ആ വാഗ്ദാനം നേടിത്തരുവാൻ വേണ്ടി അവിടുന്ന് കരുണയോടെ കാത്തിരിക്കുന്നു എന്നുള്ള സത്യം ഈ ഉപമയിലൂടെ, ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് ഈ പ്രദേശത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നീതിമാന്മാരൊന്നുമല്ല, ഞങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം ഞങ്ങൾ ഇവിടെ തരുവാൻ വേണ്ടി ഈ ദേശത്തേക്ക് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. നിങ്ങൾ കുടുംബങ്ങളിലായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, പക്ഷേ ദൈവമായ കർത്താവ് നമ്മളെല്ലാം വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, നമ്മൾ മദ്യപാനിയാണോ, നമ്മൾ തകർച്ചയുടെ വക്കിലാണോ, ഏതവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ ഏത് പാപാവസ്ഥയിലാണെങ്കിലും നമ്മുടെ പാപങ്ങള് സ്വന്തം ശരീരത്തിലേറ്റുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി മലയിൽ ത്യാഗം ചെയ്തുകൊണ്ട് നമ്മളെല്ലാം വീണ്ടെടുത്ത് കഴിഞ്ഞു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ രക്ഷ സ്വന്തമാക്കുവാൻ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് ഏറ്റുപറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, ദൈവം കാൽവരി മലയില് തന്റെ സ്വപുത്രനെ പോലും നൽകിക്കൊണ്ട് ആ പുത്രനെ കാൽവരി മലയില് കുരിശില് 3 ആണികളില് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്ത് നമുക്ക് വേണ്ടി ഇന്നും വിശുദ്ധ കുർബാനയായിട്ട് ഓരോ ദേവാലയങ്ങളിലും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നമ്മളത് സ്വീകരിക്കുമ്പോൾ, നമ്മൾ ആ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് സമ്പൂർണമായിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തരുവാൻ, നമുക്ക് ഉത്തരം തരുവാൻ, നമ്മുടെ കൂടെ നടക്കുവാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ആ സ്നേഹം നിങ്ങളും അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങളും ഈ പ്രദേശത്തേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. സാത്താന്റെ പിടിയിൽപ്പെട്ടു പോകാതെ യേശുവിന്റെ ആ തിരു ശരീരവും തിരു രക്തത്താലും വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ സ്വന്തം ജനമായിട്ട്, ഏത് ജാതിയിൽപ്പെട്ടവരായാലും അവരെല്ലാവരും സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സദ്വാർത്ഥിയായിട്ട് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സദ്വാർത്ഥിയായിട്ട്. അതിൽ മുസ്ലിം എന്നോ ഹൈന്ദവനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ല. അവിടുത്തെ സ്നേഹം സമ്പൂർണമാണ്. പക്ഷേ നമ്മൾ അവിടുത്തെ ഏറ്റുപറയുക, അവിടുത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനം. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയിട്ട്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് കുരിശിൽ യാഗം ചെയ്തു എന്നുള്ളത് നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും, നമ്മുടെ രോഗങ്ങൾ മാറും, നമ്മുടെ കടബാധ്യതകൾ മാറും. ഒരിക്കലും നമ്മളെ നിത്യ നരകത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ ദൈവം തയ്യാറല്ല. അതുകൊണ്ട് സ്വപുത്രനെ പോലും നമുക്ക് നൽകിയത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അതുകൊണ്ടാണ് ഈ സായം സന്ധ്യയില് ഈ കോളനിയിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹ സന്ദേശവുമായിട്ട് കടന്നു വന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏകരക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അവിടുത്തെ ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ അവകാശമുണ്ട്. ജീവനും മരണവും സ്വർഗവും നരകവും എല്ലാം നമ്മുടെ മുമ്പിലെ ദൈവം വെച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. ആദിയിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകി കഴിഞ്ഞതാണ്. എന്നാൽ നമ്മളെ പിശാചിന്റെ അടിമത്തത്തിൽ പെട്ടുകൊണ്ട് നമ്മൾ വഴിതെറ്റിപ്പോയപ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നുപോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുകയാ, ഈശോയുടെ സ്നേഹത്തിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുകയാ. ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ അവിടുത്തെ രക്ഷകനും ആർദ്രനുമായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന സകലരും ഈ നിമിഷം രക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ ഭാരതം യേശുവേ അറിഞ്ഞിടട്ടെ, എന്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ.
യേശുവെ വണങ്ങിടട്ടെ, രക്ഷയിൻ മാർഗം ഗ്രഹിച്ചിടട്ടെ, ഏവരും യേശുവെ